നീറ്റ് സ്കോറിലൂടെ മാത്രം BSc നഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കുന്ന 82% മാർക്കുള്ളവർക്ക് BSc നഴ്സിംഗിന് പ്രവേശനം ലഭിക്കുമോ എന്നൊരു +2 സ്കോർ മാത്രമാണോ പരിഗണിക്കുക, അതോ +1ന്റെ മാർക്കും ആഡ് ചെയ്യുമോ? മിലിറ്ററി നഴ്സിംഗിൽ നീറ്റ് സ്കോർ മാത്രമല്ല പരിഗണിക്കുക, അത് കൂടാതെ BSc നഴ്സിംഗിന് വേണ്ടിയുള്ള എയിംസിന്റെ പ്രവേശനത്തിന് ഈ ഒരു പാറ്റേണിലായിരിക്കും ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കാനായിട്ട്. ഹായ് എവരിവൺ, ദിസ് ഇസ് ANJ ഫ്രം റേസ്. സോ നീറ്റ് ആപ്ലിക്കേഷന്റെ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. BSc നഴ്സിംഗ് പഠിക്കാൻ നീറ്റ് അപ്ലൈ ചെയ്യണോ? നീറ്റ് എക്സാം എഴുതണോ? നീറ്റ് സ്കോറിന്റെ ബേസിൽ ഏതൊക്കെ കോഴ്സുകളിലേക്കാണ് അഡ്മിഷൻ ലഭിക്കുക? ഇങ്ങനെ പല സംശയങ്ങളും നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ നഴ്സിംഗിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് സംശയങ്ങൾ വന്നിട്ടുണ്ട്. ആ കമൻസിനൊക്കെ റിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്യാണ്. ഇതിൽ എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നീറ്റ് എക്സാം എഴുതേണ്ടതായിട്ടുണ്ടോ BSc നഴ്സിംഗിന്? മിലിറ്ററി നഴ്സിംഗ് എങ്ങനെ പഠിക്കാം? കേരളത്തിൽ എങ്ങനെയാണ് BSc നഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കുന്നത്? +1ന്റെയും +2ന്റെയും സ്കോർ കൺസിഡർ ചെയ്യുമോ? അങ്ങനെ നിരവധി സംശയങ്ങളുണ്ട്. ഒക്കെ നമുക്ക് പതിയെ സോൾവ് ചെയ്യാം. സോ ആദ്യത്തെ ഡൗട്ട് ഇതാണ്, BSc നഴ്സിംഗ് പഠിക്കാൻ നീറ്റ് കമ്പൽസറി അല്ലേ? അതിൻ്റെ ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ BSc നഴ്സിംഗ് ആഗ്രഹിക്കുന്നത് അതിൻ്റെ ബേസിലെ നമുക്ക് അവിടെ നീറ്റ് വേണോ വേണ്ടയോ എന്ന് പറയാൻ സാധിക്കൂ. നിങ്ങൾ കേരളത്തിൽ BSc നഴ്സിംഗ് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് LBS സെൻറ്റർ മുഖേന നിങ്ങളുടെ +2 സ്കോറിൻ്റെ ബേസിലാണ് അഡ്മിഷൻ നടത്തുക. LBS ആണ് ഒരു സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടത്തുക. അതിൽ നീറ്റ് സ്കോർ ഇല്ല. നിലവിൽ യാതൊരുവിധ എൻട്രൻസും അവർ അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ +2 സ്കോർ മാത്രമാണ് ആവശ്യം, നീറ്റ് ആവശ്യമല്ല. ആ കാര്യം ക്ലിയർ ആണല്ലോ. ഇനി നീറ്റ് ആവശ്യമുള്ള കോളേജുകളുണ്ട്. ജിപ്മർ കോളേജുകളിൽ BSc നഴ്സിംഗിന് അഡ്മിഷൻ നടക്കുന്നത് നീറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ്. ജിപ്മറിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എയിംസിൽ BSc ഓണേഴ്സ് നഴ്സിംഗിന് ഗേൾസിന് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. എന്നാൽ ജിപ്മർ എടുക്കുകയാണെങ്കിൽ അവിടെ ബോയ്സിനും ഗേൾസിനും അപ്ലൈ ചെയ്യാൻ സാധിക്കും. ആ ഒരു അവസരം നഷ്ടപ്പെടുത്തരുത്. സോ ജിപ്മറിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ബോയ്സ് ആയിക്കോട്ടെ ഗേൾസ് ആയിക്കോട്ടെ നീറ്റ് എക്സാം അറ്റൻഡ് ചെയ്യുക. നീറ്റിൽ ഉയർന്ന സ്കോർ തന്നെ വാങ്ങുക. ഓക്കെ, ദെൻ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. പല സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്കും മിലിറ്ററി നഴ്സിംഗിനും നീറ്റ് മാൻഡേറ്ററി ആണ്. മിലിറ്ററി നഴ്സിംഗ് നോക്കുകയാണെങ്കിൽ നീറ്റ് മസ്റ്റായിട്ടും നിങ്ങൾ എഴുതണം. നീറ്റ് സ്കോർ വെച്ചിട്ടാണ് നിങ്ങളെ അവിടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. എന്നാൽ നീറ്റ് സ്കോർ മാത്രം പോരാ. നീറ്റ് സ്കോർ വെച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ജനറൽ ഇംഗ്ലീഷിൻ്റെയും അതേപോലെ ജനറൽ ഇൻ്റലിജൻസിൻ്റെയും സെപ്പറേറ്റ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിനുശേഷം നിങ്ങളുടെ സൈക്കോളജിക്കൽ അസസ്മെൻറ്റും ഇൻ്റർവ്യൂവും മെഡിക്കൽ എക്സാമിനേഷനും ശേഷമാണ് മിലിറ്ററി നഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കുക. മിലിറ്ററി നഴ്സിംഗിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ഇവിടെയൊക്കെ നഴ്സിംഗ് പഠിക്കാൻ എന്താവശ്യമാണ്? നീറ്റ് ആവശ്യമാണ്. നീറ്റ് മാൻഡേറ്ററി ആണ്. എന്നാൽ കേരളത്തിലല്ല. ഇനി LBS വഴി എപ്പോഴാണ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക, എങ്ങനെയാണ് രജിസ്ട്രേഷൻ പ്രോസസ്സ് നടക്കുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, കേരളത്തിൽ BSc നഴ്സിംഗ് നടക്കുന്നത് LBS സെൻറ്റർ മുഖേനയാണ്. www.lbscenter.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലാണ് നിങ്ങൾ രജിസ്ട്രേഷൻ പ്രോസസ്സുകൾ നടത്തേണ്ടത്. ആൻഡ് BSc നഴ്സിംഗ് മാത്രമല്ല, BSc MLT, BSc പെർഫ്യൂഷൻ ടെക്നോളജി, BSc ഒപ്റ്റോമെട്രി, BPT തുടങ്ങി നിരവധി പാരാമെഡിക്കൽ കോഴ്സുകൾ ഇതിൻ്റെ അണ്ടറിലായിട്ട് വരുന്നുണ്ട്. ഇവിടെയൊന്നും നിലവിൽ നീറ്റ് സ്കോർ ആവശ്യമില്ല. ഇനി ഈ ഒരു കോഴ്സുകളുടെ ഡ്യൂറേഷൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തതാണ്. BSc നഴ്സിംഗ് ആണെങ്കിൽ 4 ഇയർ ആണ്. കമ്പൽസറി ആയിട്ടുള്ള നഴ്സിംഗ് സർവീസ് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ഉണ്ട് 1 ഇയർ. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഫീസ് സ്ട്രക്ചറും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ LBS സെൻറ്റർ മുഖേന. ആൻഡ് ഇനി അടുത്ത ഡൗട്ട് ഇതാണ്, 82% ഉണ്ടായിരുന്നു +2ൽ, പക്ഷേ എങ്ങും അഡ്മിഷൻ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എത്ര പെർസെൻറ്റേജ് മാർക്ക് വേണം? 95% എബവ് കിട്ടിയാൽ നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ന്യൂസ് കട്ടിംഗ് കാണിക്കാം. കഴിഞ്ഞ വർഷത്തെ ന്യൂസ് കട്ടിംഗ് ആണ്. അതായത് BSc നഴ്സിംഗ് ആ ഒരു കോഴ്സിൽ പ്രവേശനം ലഭിച്ച ആളുകളുടെ മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2022 മുതൽ ഇൻഡെക്സ് മാർക്ക് 100 ആയിട്ടുള്ള കുട്ടികൾക്കാണ് എന്ത് ലഭിക്കുന്നത്? ഒരു ഗവൺമെൻറ് സെക്ടറിൽ BSc നഴ്സിംഗിന് പ്രവേശനം ലഭിക്കുന്നത്. ഇനി സ്വാശ്രയ കോളേജുകളിലാണെങ്കിൽ കട്ട് ഓഫ് 98% ആണ്. മാനേജ്മെൻറ്റ് കോട്ടയിലാണെങ്കിൽ 95 to 96% ആണ്. അതായത് വളരെ ഉയർന്ന സ്കോറുള്ള ആൾക്കാർക്ക് മാത്രമാണ് BSc നഴ്സിംഗിന് നിലവിൽ കേരളത്തിൽ അഡ്മിഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 100%, 100 ഇൻഡെക്സ് മാർക്ക് വരുന്ന ആളുകൾക്കാണ് നിലവിൽ കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിൽ നഴ്സിംഗ് പഠിക്കാൻ സാധിക്കുന്നത്. ഇനി +2 സ്കോർ എന്നാൽ +1 കൂടെ ആഡ് ആയിട്ടുള്ളതല്ലേ? +1ലെ മാർക്ക് നോക്കൂ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ പ്രോസ്പെക്ടസിൽ കഴിഞ്ഞ വർഷത്തെ പ്രോസ്പെക്ടസ് ആണ്. കഴിഞ്ഞ വർഷത്തെ പ്രോസ്പെക്ടസ് കഴിഞ്ഞ വർഷത്ത് മാത്രമാണ് ആപ്ലിക്കബിൾ. ഈ വർഷത്തെ പ്രോസ്പെക്ടസ് നിലവിൽ ഇറങ്ങിയിട്ടില്ല. ഇറങ്ങിയാൽ ഉടനെ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. സോ കഴിഞ്ഞ വർഷത്തെ പ്രോസ്പെക്ടസ് പ്രകാരം ഈ കാണുന്ന കോഴ്സുകൾ BSc നഴ്സിംഗ്, BSc MLT, പെർഫ്യൂഷൻ ടെക്നോളജി ഇങ്ങനെയുള്ള കോഴ്സുകളുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്
LBS സെന്റർ മുഖേനയാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ആ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ക്വാളിഫയിങ് എക്സാമിനേഷന്റെ ഫൈനൽ ഇയറിലെ മാർക്ക് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എന്തോ ആ മാർക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകളുടെ മാർക്ക് വെച്ചിട്ടാണ് ഇൻഡെക്സ് മാർക്ക് തയ്യാറാക്കുക. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷും കൺസിഡർ ചെയ്യാറുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നിലവിൽ പ്രോസ്പെക്ടസിൽ കഴിഞ്ഞ വർഷത്തെ പ്രോസ്പെക്ടസ് പ്രകാരം ക്വാളിഫയിങ് എക്സാമിനേഷന്റെ ഫൈനൽ ഇയറിലെ മാർക്കാണ് കൺസിഡർ ചെയ്യുക. ഈ വർഷം എന്തൊക്കെ മാറ്റങ്ങളാണ് നഴ്സിംഗിൽ വരാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പ്രോസ്പെക്ടസ് ഇറങ്ങുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാകുക. ആൻഡ് എയിംസ് BSc നഴ്സിംഗിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമോ എന്ന് ഇത്രയും അധികം ആളുകൾ ചോദിച്ചിട്ടുണ്ട്. എയിംസ് പറയുകയാണെങ്കിൽ എയിംസിലേക്ക് BSc നഴ്സിംഗ് ലഭിക്കണമെങ്കിൽ നീറ്റ് സ്കോർ പോരാ. എയിംസിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയെങ്കിൽ മാത്രമാണ് എയിംസ് കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു എൻട്രൻസിനെ കുറിച്ച് നമുക്ക് നോക്കാം. BSc ഓണേഴ്സ് നഴ്സിംഗ് എല്ലാ എയിംസുകളിലേക്കുമുള്ള BSc നഴ്സിംഗിന്റെ പ്രവേശനമാണ്. ഗേൾസിന് മാത്രമാണ് ഇത് സാധ്യമാകുക. എൻട്രൻസ് എക്സാമിനേഷൻ നിലവിൽ ഓൺലൈൻ മോഡാണ്. ജൂൺ മാസമാണ് എൻട്രൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ജൂണിൽ ഇതിന്റെ എൻട്രൻസിന് വേണ്ടിയിട്ട്, എൻട്രൻസ് എഴുതാൻ വേണ്ടിയിട്ട് പ്രിപ്പേർഡ് ആയിരിക്കുക. അപ്പോൾ എൻട്രൻസ് എഴുതാൻ പ്രിപ്പേർഡ് ആയിരിക്കുക എന്ന് വെച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എൻട്രൻസിന് വേണ്ടിയെന്ന് ഞാൻ പറയാം. അതിനു മുൻപ് ജസ്റ്റ് ആപ്ലിക്കേഷൻ ഫീ കഴിഞ്ഞ വർഷത്തെ പ്രോസ്പെക്ടസ് പ്രകാരമാണ്. ഈ വർഷത്തെ വന്നിട്ടില്ല. നമുക്കത് വന്ന് കഴിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എനിവേ, ജനറൽ കാറ്റഗറിക്ക് 2000 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത്. ഓരോ കാറ്റഗറിയുടെയും OBC NCL കാറ്റഗറിക്കും 2000 രൂപ തന്നെയാണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത്. SCക്ക് 1600ഉം STക്ക് 1600ഉമാണ്. ഇക്കണോമിക്കലി വീക്കർ സെഷന് 1600 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? പേഴ്സൺ വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീ യാതൊന്നും തന്നെ ഇല്ല. ഇത് കഴിഞ്ഞ വർഷത്തെ എയിംസിന്റെ എൻട്രൻസിന്റെ ആപ്ലിക്കേഷൻ ഫീ ആണ്. ഈ കാണുന്നതൊക്കെ എയിംസ് കോളേജുകളിലെ സീറ്റുകളാണ്. BSc നഴ്സിംഗ് കോഴ്സുകളുടെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ്. അവരുടെ സീറ്റുകളാണ്. എയിംസ് ഡൽഹി നോക്കുകയാണെങ്കിൽ 96 സീറ്റുകൾ അവൈലബിൾ ആണ്. നീറ്റ് എക്സാമിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി മത്സരം കുറവുള്ള ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. സോ എങ്ങനെയാണ് എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുന്നതെന്ന് ചോദിച്ചാൽ MCQ തന്നെയാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. 2 hour ആണ് ഡ്യൂറേഷൻ ആയിട്ട് വരുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഫിസിക്സ് 30 മാർക്സ് 30 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഒരു ക്വസ്റ്റ്യന് 1 മാർക്കാണ്. ആൻഡ് -1/3 ആയിരിക്കും ഒരു ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് വന്നാൽ റിഡ്യൂസ് ചെയ്യപ്പെടുക. കെമിസ്ട്രി 30 ക്വസ്റ്റ്യൻസ് ആണ്, 30 മാർക്സ്. ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക്. ബയോളജിയും 30 ക്വസ്റ്റ്യൻസ്, ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക്. ദെൻ ജനറൽ നോളജ് ആണ് 10 മാർക്കിന് 10 ക്വസ്റ്റ്യൻ. അങ്ങനെ മൊത്തം 100 ക്വസ്റ്റ്യൻസും 100 മാർക്കിലുമായിരിക്കും എയിംസിന്റെ എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു. ഇനിയും നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കാം. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സംശയങ്ങളൊക്കെ നമ്മൾ ക്ലാരിഫൈ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. എനിവേ, വളരെ നന്നായിട്ട് എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഏത് കോഴ്സാണോ, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണോ എയിം ചെയ്യുന്നത്, അതിനുവേണ്ടി ശക്തമായി പഠിക്കുക. എല്ലാ സപ്പോർട്ട്സും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കും. സോ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. ബൈ ഡിയേഴ്സ്, ബൈ.